രോഹിത്തിന്റെ പിന്നെ ഒരു അടിപൊളി മെമ്മറി ഉള്ളത്, ഇവൻ വണ്ടി ഓടിച്ചിട്ട് റിവേഴ്സ് എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കാണിപ്പോയി. അന്നത്തോടെ തീർന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ആ നൈസായിട്ടത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോയി. വെളിച്ചനൊക്കെ അന്ന് നല്ല സീനായിരുന്നു. അതാണ് ഒരു വണ്ടി കാണുമ്പോൾ ഇപ്പോഴും അവൻ വണ്ടി ഓടിക്കുമ്പോൾ പിന്നെ ഉള്ളിൽ ഒരു ആന്തൽ വരും, അയ്യോ അവനെങ്ങാനും കാനെ കൊണ്ടിടുമെന്ന്. കുറെ സ്നേഹം മാത്രം. അവർക്ക് ബെസ്റ്റ് ഫ്രണ്ടാണ് അനുവിന്റെ. അപ്പൊ ഇവര് കുഞ്ഞിലേ തൊട്ട് ഒരുമിച്ച് പഠിച്ചതാ. അപ്പം അങ്ങനത്തെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരുന്നിട്ട് ആളുടെ കല്യാണം കഴിയുമ്പോ അതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഭയങ്കര ഇമോഷണൽ ആയി പോയി. അതാണ്. ഞാനാണെങ്കിൽ ഇപ്പം രോഹിത്തേട്ടൻ എന്റെ സീനിയർ ആണ്. പക്ഷെ ഒരു സീനിയർ അങ്ങനെ ഒരു സ്കൂളിൽ വെച്ചുള്ള ഒരു ബന്ധത്തിലുപരി എനിക്ക് എൻ്റെ ഒരു സ്വന്തം ചേട്ടനെ പോലെയാണ്. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ഒക്കെ കല്യാണം കഴിയുമ്പോൾ എന്തോ ഒരു സന്തോഷം ഉണ്ടാവും. അതുപോലത്തെ ഒരു സന്തോഷമാണ് ഇപ്പൊ തോന്നുന്നത്. രോഹിത്തിനെ പറ്റി പറയണെങ്കിൽ അവനും ഞാൻ തമ്മിലൊരു 7 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. എനിക്ക് ശരിക്കും അനിയൻ എന്നല്ല, എനിക്ക് എൻ്റെ മോൻ്റെ പോലെയാണ്. ഞാൻ അവനെ അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ചെറിയൊരു അവനെന്നെ ചേച്ചി മോളെ എന്നാണ് വിളിക്കാറ്. ഇപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും നോക്കിയതും ഇപ്പോൾ എൻ്റെ എല്ലാവരും എൻ്റെ മക്കളുടെ പോലെ. എനിക്ക് 3 മക്കളാണെന്ന് ഞാൻ വിചാരിക്കാറ്. എൻ്റെ 2 മക്കൾ, അത് കൂടാണ്ട് എനിക്കൊരു ആൺകുട്ടിയുള്ള പോലെയാണ് ഞാൻ അവനെ കാണുന്നത്. ഞങ്ങളങ്ങനെ അടി കൂടാറൊന്നുമില്ല. ഞാൻ ഒരു മിഠായി കിട്ടിയാലും ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, അവർ തല്ലിവിടുമ്പോൾ ഞാൻ എൻ്റെ അനിയനെ അങ്ങനെ വഴക്കൂടാറില്ല. ഒരു മിഠായി കിട്ടിയാലും സ്കൂളിൽ നിന്നൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ അത് അവന് കൊണ്ടുകൊടുക്കുമായിരുന്നു. ഭയങ്കര ഒരു ഇതായിരുന്നു അത്. അവൻ്റെ കല്യാണം അങ്ങനെ കാണാനും പറ്റിയതിൽ ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്.